ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 177. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് മണ്ഡലം 1 അധ്യായം 8 അനുഭാഗം 17 117ാമത്തെ മന്ത്രത്തിൽ സൂക്തത്തിൽ 16 മുതൽ 25 വരെയുള്ള മന്ത്രങ്ങളാണ്. ഇതിലെല്ലാം ദേവത അശ്വനി കുമാരന്മാരാണ്. അശ്വനി കുമാരന്മാർ എന്ന് പറയുന്നത് സൂര്യൻ്റെ മുമ്പിൽ സഞ്ചരിക്കുന്ന അശ്വയിലെ കുതിരശക്തി. അതായത് സൂര്യനിൽ നിന്നും ഉത്ഭവിക്കുന്ന ബലങ്ങളാണ്. അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ രാശിചക്രത്തിലെ വിത്ത് റെസ്പെക്ട് ഭൂമി ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ബലങ്ങളും ഭൂമിയിൽ ചെലുത്തുന്ന നമ്മളിൽ ചെലുത്തുന്ന ബലങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സൂര്യൻ മാത്രമല്ല, എല്ലാ ഗ്രഹങ്ങളും ഇതേപോലെ തന്നെ നമ്മളിൽ ബലങ്ങൾ മാറ്റപ്പെടുന്നുണ്ട്. ഈ ഭൂമി തിരിയുമ്പോൾ നമ്മളും തിരിയുന്നുണ്ട്. അപ്പം ഈ ബലങ്ങളുടെ ആകർഷണം പല ദിശയിലായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കറക്കത്തിനനുസരിച്ചാണ് നമ്മൾ പ്രവർത്തനങ്ങളെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ നാഡികളിലൂടെ ആക്ട് ചെയ്യുന്നുണ്ട്. അതെന്നിട്ട് നമ്മളെ പല കർമ്മത്തിലേക്ക് പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് ഗ്രഹങ്ങളുടെ ചലനം അനുസരിച്ചാണ്. അപ്പോൾ നമ്മളെന്തെങ്കിലും ആപത്ഘട്ടങ്ങളിലെല്ലാം നമ്മൾ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അതെല്ലാം മനസ്സിലായിക്കൊള്ളണം. നമ്മളെ ജീവിതം അത്രയും ഇപ്പോൾ ഇന്ന സമയത്ത് ആപത്തുണ്ടാവും, അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടേണ്ടവരാണെങ്കിൽ രക്ഷപ്പെടുത്തും. എന്താണ് രക്ഷപ്പെടേണ്ടവർ? നമുക്ക് ഇനിയും കർമ്മങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ നമ്മളെ രക്ഷപ്പെടുത്തിയല്ലേ പറ്റും. അപ്പോൾ അത് രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും. അത് ഏത് തരത്തിലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ ആയുസ് അനുസരിച്ചാണ് നമ്മൾ രക്ഷപ്പെടുകയില്ലയോ എന്നുള്ളതെല്ലാം കിടക്കുന്നത്. അപ്പം നമുക്ക് 16 എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 117 16. അജോഹവീദശ്വിന വർത്തിക വാമാസ്നോ യത് സീമമുഞ്ചതം മൃഗസ്യ വിജയുഷായൈധു സാന്വാദ്രേർ ജാതം വിശ്വാജോ അകതം വിഷേണ. അശ്വിനികളെ ഭർത്തിക ആഹ്വാനം ചെയ്തു. അശ്വിനികൾ അതിനെ ചെന്നായുടെ വായിൽ നിന്നും രക്ഷിച്ചു. വിജയ രഥത്തോടുകൂടി ജാഗുഷനെ പർവ്വത മുകളിൽ എത്തിച്ചു. അവർ അസുരനായ വിശ്വാക്കിന്റെ കുട്ടിയെ വിഷയുക്തമായ ആയുധത്താൽ വധിച്ചു. അശ്വിനികളോട് പറയുകയാണ്, വർത്തിക നിങ്ങളെ ആഹ്വാനം ചെയ്തു. വേറൊരു സംഭവം പറയുകയാണ്. അവൻ അതിനെ ചെന്നായ പിടിച്ചപ്പോൾ അതിൻ്റെ വായിൽ നിന്നും അതിനെ രക്ഷിച്ചു. അപ്പോൾ ഒന്നിനെ രക്ഷപ്പെടുകയില്ല എന്നുള്ളതെല്ലാം ഇപ്പം പാമ്പ് പിടിച്ചു കഴിഞ്ഞാലും ആ തവള രക്ഷപ്പെടുകയില്ല എന്നുള്ളത് അതിന് ആയുസ്സുണ്ടോ ഇല്ലയോ എന്നുള്ളതനുസരിച്ചാണ്. അതിന് ആയുസ്സുണ്ടെങ്കിൽ തവള എന്തായാലും രക്ഷപ്പെടും. ചിലപ്പോൾ ആൾക്കാർ വന്ന് പാമ്പിനെ തല്ലിക്കൊള്ളും. ചിലപ്പം പാമ്പിനായിരിക്കും ആയുസ് കുറവ്. ഇപ്പം ജനം വന്നിട്ട് പാമ്പിനെ തല്ലിക്കൊള്ളും. എല്ലാ തവളക്കായുസ് തീർന്നെങ്കിൽ അത് പാമ്പിൻ്റെ ഭക്ഷണമായി മാറും. അത്രയും അശ്വനി കുമാരന്മാർ ആ ഗ്രഹങ്ങളുടെ ചലനം നമ്മുടെ ഓരോ സമയത്തെ അനുസരിച്ച് അത് തീരുമാനിക്കുകയാണ്. പിന്നെ വേറെ വിജയരഥത്തോടുകൂടി ജാഗുഷനെ പർവ്വത മുകളിലെത്തിച്ചു. അത് വേറെ സംഭവത്തിൻ്റെ. അതായത് ഏത് കർമ്മങ്ങൾ നമ്മൾ തന്നെ ചിലപ്പോൾ ഹിമാലയ ദർശനത്തിനെല്ലാം വേണ്ടിയിട്ട് അങ്ങ് മുകളിൽ പോകുന്നില്ല, അങ്ങോട്ടേക്കെല്ലാം പോകുന്നില്ല, ഉയർന്ന സ്ഥലങ്ങളിലേക്ക്. അതെല്ലാം ഇതിൻ്റെ സ്വാധീനം കൊണ്ട് തന്നെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജ്യോതിഷത്തിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ദൂരെ യാത്രയുണ്ട് എന്നെല്ലാം പറയുന്നത്. നിങ്ങൾ അസുരനായ വിശാഖിൻ്റെ കുട്ടിയെ
വിഷയുക്തമായ ആയുധത്താൽ വധിച്ചു. അത് വേറൊരു സംഭവത്തിൻ്റെ ഇവിടെ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത്, പലയിടത്തും പല കഥകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവിടെ ആര് രക്ഷിക്കുന്നു എന്നുള്ളത്, ആര് രക്ഷപ്പെടുന്നു ഉള്ളത്, ഏറ്റവും വിഷമഘട്ടങ്ങളിലെല്ലാം പോലും രക്ഷപ്പെടുന്നതോ ആരെങ്കിലും മരിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും വധിക്കുന്നുണ്ടെങ്കിലെല്ലാം ഈ ഗ്രഹങ്ങളുടെ അശ്വനി കുമാരന്മാരാണ്. ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട ഇത് തന്നെയാണ് അർജുനനോട് കൃഷ്ണൻ പറഞ്ഞത്, നീയൊന്നുമല്ല കൊല്ലുന്നത്, അതെല്ലാം പണ്ടേ ഞാൻ കൊന്നു കഴിഞ്ഞു, നീ വരും നിമിത്തം മാത്രമാണ്. ആ ഒരു പ്രാധാന്യമാണ് ഇവിടെ. ഗ്രഹങ്ങളുടെ ഫലങ്ങൾ അശ്വനി കുമാരന്മാരാണ്. അതിൻ്റെ ചലനമനുസരിച്ചാണ് നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് പോകുന്നത്. ഇനി 17 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 117 ശതം മേഷാൻ വൃക്കേ മാമഹാനം തമപ്രണീതം അശിവേന പിത്ര ആക്ഷീർജാശ്വേ അശ്വനാവധത്തം ജ്യോതിരന്ധായ ചക്രതുർവിചക്ഷേ. തള്ളച്ചെന്നായിക്ക് 100 ആടുകളെ കൊടുത്ത ഋജ്രാശ്വനെ അവൻ്റെ പിതാവ് അന്ധനാക്കി തീർത്തു. അശ്വിനികൾ അവന് നേത്രങ്ങൾ നൽകി, അവയിൽ പ്രകാശം നിറച്ചു. ഇനിയുള്ളത് വേറൊരിടത്ത സംഭവമാണ്. അശ്വിനികളോട് പറയാണ്, തള്ളച്ചെന്നായിക്ക് 100 ആടുകളെ കൊടുത്ത ആര്, ഈ ഋജാശ്വനെ അവൻ്റെ പിതാവ് എന്ത് ചെയ്ത് അന്ധനാക്കി. ചെന്നായിക്ക് ആടുകളെല്ലാം പിടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താവും? പിതാവിന് ദേഷ്യം വരും. പിതാവിനെ ശപിച്ചിട്ട് എന്താക്കി? അന്ധനാക്കി. എന്നാൽ അവന് നിങ്ങളാണ് നേത്രങ്ങൾ നൽകി പ്രകാശം നിറച്ചത്. അപ്പം ഇവിടെയും നമ്മൾ ഈ അർത്ഥത്തിലെടുത്താൽ മതി. ഒരാൾക്ക് കണ്ണിന് കാഴ്ച നൽകുന്നതും നശിപ്പിക്കുന്നതും എല്ലാം ആ ശക്തി വിശേഷമാണെന്ന അർത്ഥത്തിലെടുത്താൽ മതി. പക്ഷേ ഈ സംഭവത്തിൽ വേറെ വല്ല വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഇപ്പം നമുക്ക്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, വേദങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. കാരണം അത് വേറെ വല്ല വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ ആ വിഷയമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ 100 ആടുകളെ കൊടുത്ത്, ഈ ആടുകൾ എന്നെല്ലാം പറയുമ്പോൾ ശരിയായ ആടായിട്ട് വേദത്തിൽ വരുമൊന്നുമില്ല. അത് വേറെ വല്ല സബ്ജക്റ്റുമായിട്ട് വരുമ്പോൾ അവിടെ എടുക്കേണ്ടതാണ് അതിനനുസരിച്ച്. പക്ഷെ നമുക്കിപ്പോൾ ഈ അർത്ഥത്തിൽ എടുക്കാം. ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതോ ഒരു വിഷമഘട്ടത്തിൽ അതിനെ രക്ഷിച്ചിരിക്കുന്നത് അശ്വനി കുമാരന്മാരാണ്. അല്ലെങ്കിൽ കാഴ്ച നശിച്ചവന് കാഴ്ച വീണ്ടെടുത്തു കൊടുക്കുന്നത് അശ്വനി കുമാരന്മാരാണ്. ഇനി 18 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 117-18 ശുനമന്ധായ ഭരം അക്വയത്സ മൃഗീരശുനാ വൃഷണ്ണാനരേതി ജാരത്തനീന ഇവ ചക്ഷദാന ഋജ്വാ ഇജ്രാശ്വാശതമേകം ചമേഷാൻ. ഭൃഗി അന്ധനായ ഋജ്രാശ്വന് വേണ്ടി പ്രാർത്ഥിച്ചു. ഋജ്രാശ്വൻ മൂഢത്തത്വാൽ അമിത വെയ്യായി തരുണനായ ജാരന് സമാനം 101 ആടുകളെ എനിക്ക് മുറിച്ചു തന്നു. ഇവിടെയും അത്തരത്തിലുള്ള ഒരു പരാമർശം തന്നെയാണ് പറയുന്നത്. വൃക്കി അന്ധനായ ഋജാശ്വനു വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ഇവിടെ ആ കാഴ്ച നഷ്ടപ്പെട്ട ഒരു സംഭവത്തെ തന്നെയാണ്. അത് അതിൻ്റെ കഥ വരുന്നിടത്ത് നമുക്കതിനെപ്പറ്റി ഡീറ്റെയിൽ, ആ കഥയിലൂടെ കടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ വിഷയത്തിലേക്ക് വരാൻ പറ്റുകയുള്ളൂ. പുരാണത്തിൽ വല്ല കഥയുണ്ടോ അവിടെയായിരിക്കും അത് വരിക. ഞാൻ ചവനൻ്റെ പറഞ്ഞല്ലോ, ചവന മഹർഷിക്ക് ഒരു ഭാര്യനെ നൽകി, സുന്ദരിയായ ഭാര്യനെ നൽകി. അതെല്ലാം ആ കഥ നമുക്കറിയുന്നത് കൊണ്ടാണ് അവിടെ ആ വിഷയമായിട്ട് ബന്ധിപ്പിച്ച് പറയാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ ഈ കഥ ഇതുവരെ എവിടെയാണ് വരുന്നതെന്ന് അറിഞ്ഞിട്ടില്ല. അവിടെ വരുന്നിടത്ത് നമ്മളിപ്പോൾ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ.
ആ വിഷയം വരുന്നിടത്ത് ഇതിനെ വ്യാഖ്യാനിച്ച് പറയാം. പക്ഷെ ഇവിടെ എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ അവൻ 101 ആടുകളെ എനിക്ക് മുറിച്ചു തന്നു എന്നെല്ലാം പറയുകയാണ് ഗൃഹി. അതിൻ്റെ അവന് എന്ത് ചെയ്തു, നേരത്തെ കണ്ണ് കാഴ്ച ശക്തി അശ്വിനി കുമാരന്മാർ കൊടുത്തിട്ടുണ്ട് എന്നെല്ലാം പറയുകയാണ്. അപ്പോൾ ആ കഥയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അതിനെ കുറച്ച് വ്യാഖ്യാനിച്ചാലേ അതിന് പൂർണ്ണമായി ഉത്തരം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് അതിനെ തൽക്കാലം ഇപ്പം അങ്ങനെ തന്നെ അങ്ങ് വിടാം. ഇനി 19 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 117 19 മഹീവാമുദീരശ്വിനാമയോ കുരുദസ്രാമം തിഷണ്ണാസം രിണീഥ അഥായാവ ഇദഹ്വയത് പുരന്ധ്രീർ ആഗച്ഛതം സീം വൃഷണാവവോയിധി വൃഷണാവവോഭിഹി. അശ്വിനികൾ സുഖം നൽകുന്നതിൽ സമർത്ഥരാണ്. അംഗഹീനർക്ക് അംഗം നൽകുന്നു. അതിനാൽ ഘോഷ അവരെ വിളിച്ചു. അപ്പോൾ അവർ അവളെ രക്ഷിച്ചു. അശ്വിനികളെ എന്ന് പറഞ്ഞിട്ട് കൊണ്ട് പറയുകയാണ്, നിങ്ങൾ സുഖം നൽകുന്നതിൽ സമർത്ഥരാണല്ലോ. നമുക്ക് സുഖം നൽകുന്നത് എങ്ങനെയാണ്? ലോകം പുരോഗമിക്കുമ്പോൾ അശ്വിനി കുമാരന്മാരാണ് നമ്മളെ ലോകത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നത്. നമ്മളെ വളർച്ച, ആരോഗ്യം എല്ലാം ഗ്രഹങ്ങളുടെ ആകർഷണ ബലവും അതാത് കാലത്തിലെ പൊസിഷൻ അനുസരിച്ചാണ് ഇരിക്കുന്നത്. ഗ്രഹം നല്ല സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യമായിരിക്കും. എല്ലാ സമയത്താണെങ്കിൽ രോഗങ്ങൾ വരും. അപ്പം നമുക്ക് സുഖം നൽകുന്നതും അശ്വിനി കുമാരന്മാരാണ്, ദുഃഖം നൽകുന്നതും അശ്വിനി കുമാരന്മാരാണ്. ഇവിടെ പറയുന്നത് എന്താണ്? നിങ്ങൾ സുഖം നൽകുന്നതിൽ സമർത്ഥരാണല്ലോ. അത് ഒരാൾക്ക് സുഖം നൽകേണ്ട സ്ഥലത്ത് വരുമ്പോൾ അവർക്ക് സുഖം കിട്ടുക തന്നെ ചെയ്യും. അംഗഹീനർക്ക് അംഗം നൽകുന്നവനാണല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും അവയവങ്ങളൊന്നും ഇല്ലെങ്കിൽ അവനത് വെച്ച് പിടിപ്പിച്ചു കൊടുക്കുന്നതും അശ്വിനി കുമാരന്മാരാണ്. അപ്പം നമ്മൾ കൃത്രിമ കാലൊന്നും ഇല്ലാതാണെങ്കിൽ ചില കാലഘട്ടങ്ങളിൽ വരുമ്പോൾ നമുക്ക് കൃത്രിമ കാലം ഗവൺമെൻറ് ചിലപ്പോൾ സൗജന്യം തന്നു വരും. അപ്പോൾ അതായത് ഓരോ കാലഘട്ടത്തിൽ ഇങ്ങനെ ചില ആനുകൂല്യങ്ങളെല്ലാം കിട്ടുന്നതിൻ്റെ പിന്നിൽ ആ ഗ്രഹങ്ങളാണ് ഉള്ളത്. അതിനാൽ ഘോഷ നിങ്ങളെ വിളിച്ചപ്പോൾ അവളെ രക്ഷിച്ചു. ഘോഷ എന്തിനാണ് വിളിച്ചത്? അയ്യോ എനിക്ക് ഭർത്താവില്ലേ എന്നും പറഞ്ഞുകൊണ്ട്. ഘോഷ എന്ന് പറയുന്നത് വേദങ്ങൾ എഴുതിയ ഒരു സ്ത്രീയാണ്. അവർ എവിടെയോ ഒരുത്തിയിൽ പറയുമ്പോൾ ഇതേമാതിരി അതെല്ലാണ് അശ്വിനി കുമാരന്മാരാണ് എന്നെ രക്ഷിക്കുന്നതെന്ന് പറഞ്ഞതിന് ഇവിടെ അത് വെച്ചുകൊണ്ട് കാച്ചുകയാണ്. അവളെ ഒരു തരത്തിൽ പരിഹസിക്കുകയാണ്. കാരണം വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പൊതുവെ ഋഷികൾ പറയരുത് എന്നുള്ള ഒരു സമീപനത്തിലാണ്. കാരണം ഇതൊന്നും അവർ കണ്ടെത്തിയൊന്നുമല്ല. ഇപ്പം ഞാൻ ഒരു സയൻസ് പഠിച്ചിട്ട് ന്യൂട്ടൻ്റെ ലോ പഠിച്ചിട്ട് ഈ ലോ എൻ്റെ ആണെന്ന് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അതുമാതിരി ഇത് പ്രപഞ്ചത്തിൻ്റെയാണ് നിയമങ്ങൾ. ആ നിയമങ്ങൾ ആരും വ്യക്തിപരമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഘോഷൻ്റെ കാര്യം ഇടക്കിടക്ക് കയറി അടിക്കുന്നുണ്ട്. കാരണം ഘോഷ ഒരിക്കൽ പറഞ്ഞ് ഞാൻ ഭർത്താവില്ലാതെ അങ്ങനെ ആരുമില്ല, എനിക്ക് ആരുമില്ല, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭർത്താവിനെ ആര് കൊണ്ടു തന്നത്? അശ്വിനി കുമാർ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഘോഷ നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ അവളെ രക്ഷിച്ചു. ഇതല്ല ഒരു തരത്തിൽ പരിഹാസമില്ലേ എന്ന് ചോദിച്ചാൽ പരിഹാസമുണ്ട്. അതേസമയം അതിലൂടെ നൽകുന്ന സന്ദേശം എന്താണ്? ഒരുവൾക്ക് വിവാഹപ്രായം എത്തുമ്പോൾ അവളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നതെല്ലാം ഈ ഗ്രഹങ്ങൾ വരെ പ്രത്യേക സ്ഥലത്ത് വന്ന് ആകർഷണ ബലം ചെലുത്തുമ്പോഴാണ്. ഈ ഘോഷൻ്റെ എനിക്കറിയുന്നത് മുൻപ് ഞാൻ ഇതെല്ലാം കണ്ടതായതുകൊണ്ട് അതൊന്നൊരു പ്രയാസമില്ല. പക്ഷേ ചിലത് വരുമ്പോൾ നമ്മൾ കഥകളിലൂടെയാണ് അത് കൂടുതൽ വിസ്തരിക്കുക. ആ കഥ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഉത്തരം പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. എന്താണ് ഉദ്ദേശിച്ചത്, ആ വ്യക്തിയെ പിടിച്ച് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നുള്ളത് ആ കഥ കണ്ടെങ്കിലേ പറ്റുള്ളൂ. അതിപ്പോൾ ഏത് പുരാണത്തിൽ എവിടെ വന്ന കാര്യമാണെന്ന് അറിയില്ല. ഇനി 20 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 117 20 അധേനും ദസ്രാ സ്തര്യം വിഷക്താമ പിന്വതം ശയവേ അശ്വിനാഗാം യുവംശജീവിർ വിമതായ ജായാം ന്യുഹതോ പുരുമിത്രസ്യ യോഷാം. അശ്വിനികൾ ശയുവിന് വേണ്ടി
കറപറ്റിയ പശുവിനെ ക്ഷീരാന്വിതനാക്കി. അവർ പുരുമിത്രന്റെ പുത്രിയെ വിമതന്റെ ഭാര്യയാക്കി. ഇവിടെയും അശ്വിനികളെ നിങ്ങൾ ശയുവിന് വേണ്ടി കറവ പറ്റിയ പശുവിനെ ക്ഷീരാന്വിതയാക്കി. കറവ പറ്റിയ പശുവിനെ കറക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇത് വേണമെങ്കിൽ ഈ അർത്ഥത്തിലെടുക്കാം. ഒരു പശു കറവ പറ്റി കിടക്കുകയാണ്, പിന്നെ ഒരു സമയത്ത് ചിലപ്പോൾ പ്രസവിച്ചെന്നും വരും, പാല് തന്നെന്നും വരും. കാരണം മനുഷ്യർ ചിലപ്പം വയസ്സാം കാലത്ത് പ്രസവിക്കുന്നില്ലേ, അതെല്ലാം നമ്മൾ ജ്യോതിഷത്തിലൂടെയല്ലേ ചോദിക്കുക എനിക്കെപ്പോഴാണ് കുട്ടികളുണ്ടാവുക എന്നല്ല. കുട്ടികളുണ്ടാകുമ്പോഴാണല്ലോ പാലും വരുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ വേണമെങ്കിൽ നമുക്ക് ഇതിനെ എടുക്കാം, ആ അർത്ഥത്തിലെടുക്കാം. ഇവിടെ ഇപ്പം അശ്വനി കുമാരന്മാർ, അതായത് ഗ്രഹങ്ങളുടെ സ്വാധീനത്തെ പറ്റി പറയുന്നുണ്ട്. ഇവിടെ അത് മനസ്സിലാക്കാൻ അത് മതി. പക്ഷെ അത് തന്നെ ആകണമെന്നില്ല. ഇത് പശു എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ എന്ന അർത്ഥമുണ്ട്, ഭൂമി എന്ന അർത്ഥമുണ്ട്, പല അർത്ഥങ്ങളുണ്ട്. അപ്പം ഇവിടെ ശൈവിന് വേണ്ടി കറപറ്റിയ പശുവിനെ ക്ഷീരാന്വിതയാക്കി എന്ന് പറഞ്ഞാൽ ഏത് അവസരത്തിലാണ് എന്നുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട കഥകൾ കാണുന്നിടത്തേ പറയാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനത്തെ കഥകളൊന്നും നമ്മൾ ഇതുവരെ എൻ്റെ ഇതിൽ വന്നില്ല. അതുകൊണ്ട് അതിന് ആ തരത്തിൽ എന്താണ് അത് ഉദ്ദേശിക്കുന്നത് ആ തരത്തിൽ പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഒരു വരിക്ക് തന്നെ പല അർത്ഥങ്ങളുണ്ട്. വിഷയം ശരിക്കറിയാത്തവർക്ക് ആ വിഷയം കൊണ്ട് ഇപ്പം പല പാലുണ്ടാകുന്ന പ്രക്രിയയായിട്ട് ബന്ധപ്പെട്ട വല്ല കാര്യങ്ങളാണ്. അപ്പോൾ പശുവിൽ എങ്ങനെയാണ് പാലുണ്ടാകുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, അതെങ്ങനെയാണ് പാലായി മാറുന്നത് എന്നുള്ള ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അത് എനിക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ വേറെ വല്ല വിഷയം, പാലല്ല അത്, പശു അല്ല അത്, പാല് കൊണ്ട് ഉദ്ദേശിക്കുന്ന വേറൊന്നാണെങ്കിൽ, കാരണം വേദവരികൾക്ക് പല അർത്ഥങ്ങളുണ്ട്. അത് പക്ഷേ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കഥകളിലൂടെയാണ്, വേറെ സ്ഥലത്ത്. ആ കഥയിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഏത് വിഷയത്തെ പറ്റിയാണ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. വിസ്തരിച്ച് പറയുന്ന ഋഗ്വേദം എന്നെല്ലാം പറഞ്ഞാൽ ചുരുക്കി ഒരു വേറെ കഥകളിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഒരു വരി എടുത്തിട്ട് ഇവിടെ പ്രയോഗിക്കും. അത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ നമുക്കത് ആ കഥയിലേക്ക് പോയില്ലെങ്കിൽ നമുക്ക് പൂർണ്ണ അർത്ഥം എത്താൻ പറ്റില്ല. അതുപോലെ തന്നെ പുരുമിത്രന്റെ പുത്രിയെ വിമതന്റെ ഭാര്യയാക്കി. അതിന് ആർത്ഥത്തിലേക്ക് നമുക്ക് എടുക്കാം. ഏത് ഒരാളെ മറ്റൊരുവന്റെ ഭാര്യയാക്കുന്നത് ഏതാണ്? ഗ്രഹങ്ങൾ തന്നെയാണ്. പക്ഷേ അതിന് ഒരാളുടെ പുത്രിയെ മറ്റവന്റെ ഭാര്യയാക്കി ഇന്നാളുടെ ഭാര്യയാക്കി എന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പെൺകുട്ടിക്ക് ഭർത്താവിനെ നേടിക്കൊടുക്കുന്നത് നീയാണ് എന്നെല്ലാം പറഞ്ഞാലും മതി. അപ്പം ഇത് വേറെ ഏതോ ഒരു സംഭവം വെച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പം അവിടെ അതെന്ത് അർത്ഥത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നതെന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. അതേസമയം അത് അറിയില്ലാത്തവനാണെങ്കിൽ ഇതിന് ഇവിടുത്തെ അർത്ഥമുണ്ട്. അപ്പോൾ ഒരു വേദ വരികൾക്ക് രണ്ട് അർത്ഥങ്ങളെല്ലാം വരും. അപ്പം ഇവിടെ നമുക്കിത് മനസ്സിലാക്കാൻ എന്താണ്, ഒരാളെ മകളെ വേറെ തന്നെ കെട്ടിപ്പിക്കുന്നത് അശ്വിനി കുമാരൻ. വേറെടുത്ത് പറഞ്ഞിട്ടുണ്ട് സൂര്യനാണ്, അല്ലെങ്കിൽ ചന്ദ്രനാണ്, അല്ലെങ്കിൽ ഇന്ദ്രനാണ്, മറ്റേതെല്ലാം പറഞ്ഞിട്ട് അഗ്നിയാണ് എന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് പലയിടത്തും. ഒരു പെൺകുട്ടിയെ സൂര്യപുത്രിയെ രഥത്തിലേക്കിയിട്ട് അങ്ങ് കല്യാണത്തിന് കൊണ്ടുപോകുന്ന ആദ്യം ഇന്നാൾ വരിച്ചു, ഇന്നാട്ട് അഗ്നി വരിച്ചു, മറ്റേ വരിച്ചു എന്നെല്ലാം പറഞ്ഞു വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നിടത്ത് അത് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ വെച്ച് നേരെ മറ്റ് ഇവിടെ ആ വരി പറയുകയാണെങ്കിൽ അതറിയില്ലെങ്കിൽ നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പ്രയാസമായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വിമതന്റെ ഭാര്യയാക്കി. അത് സാധാരണ നിലയിൽ കല്യാണം കഴിപ്പിക്കുന്നത് അശ്വനി കുമാരന്മാരാണ് എന്ന അർത്ഥത്തിൽ എടുത്താൽ മതി. പക്ഷെ ഇങ്ങനെ ഒരു പേര് വെച്ച് പറഞ്ഞത് കൊണ്ട് ചിലപ്പോൾ അതിന് വേറെ ചില അർത്ഥങ്ങളും ഉണ്ടാകാം. അത് ആ കഥകളിലേക്ക് എത്തിയാലേ നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ ശ്രദ്ധയിൽ ഇതുവരെ അത് വന്നില്ല. ഇനി 21 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 117 21 യവം മൃഗേണാശ്വിന വവന്തേഷം ദുഹന്ത മനുഷായ ദസ്ര അഭിദസ്യം ബഹുരേണ ധമന്തോരു
ജ്യോതിശ്ചക്രരുർ ആര്യായാം. അശ്വിനികൾ വയല് ഉഴുത് അന്നം ഉൽപ്പാദിപ്പിച്ചു. വജ്രായുധത്താൽ ദൈത്യന്മാരെ നിഗ്രഹിച്ച് മനുഷ്യർക്ക് പരമമായ ഉപകാരം ചെയ്തു. ഇവിടെ അശ്വനികളോട് പറയാണ്, നിങ്ങൾ വയൽ ഉഴുവിച്ച് അന്നം ഉൽപ്പാദിപ്പിച്ചു. അപ്പം വയലിൽ നമ്മൾ കിളക്കും തിളച്ച് മറിക്കുന്നത് എങ്ങനെയാണ്? കാളേനെ കൊണ്ട് ബലം പ്രയോഗിച്ചിട്ടാണ്. അപ്പൊ ഇവിടെ ബലം എന്ന അർത്ഥത്തിൽ നമുക്ക് എടുക്കാം. അശ്വനികുമാരന്മാർ എന്ന് പറഞ്ഞാൽ ബലമാണല്ലോ. അപ്പം ബലമാണ് മണ്ണ് ഉഴുതു മറിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ബലം പ്രയോഗിച്ചിട്ടാണ് നമ്മളല്ലോ മണ്ണ് ഉഴുതു മറിക്കുന്നത്. അപ്പം ബലം എന്ന നിലയിൽ നമുക്ക് അതിനെ വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ കർഷകർ നിലം ഒഴുകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നു. കർഷകനെ കൊണ്ട് ഉഴുതു മറിപ്പിക്കുന്നത് സൂര്യനിൽ നിന്നുള്ള ഫലങ്ങളാണ് എന്ന അർത്ഥത്തിലും ഇനി എടുക്കാം. ഇപ്പം രണ്ട് തരത്തിലും എടുക്കാം. വെറും ഫിസിക്സിലെ ബലം എന്ന നിലയിലാണെങ്കിൽ നിലം ഒഴുകുന്നത് ബലം ഉപയോഗിച്ചാണ്, അശ്വനി കുമാരന്മാരെ സഹായത്താലാണ്. അതല്ല, കർഷകരെയും കൂടി പറഞ്ഞതുകൊണ്ട്, അല്ല കർഷകൻ്റെ പറഞ്ഞിട്ടില്ല, നിലം ഒഴുകിപ്പിച്ച് അന്നം ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ രാവിലെ കർഷകനെ ഉണർത്തി കലപ്പയെല്ലായിട്ട് വയൽ ഉഴുവിപ്പിക്കുന്നത് ആ സൂര്യനിൽ നിന്നുള്ള ബലങ്ങളായ, അതാണല്ലോ സൂര്യൻ്റെ പുത്രന്മാരാണല്ലോ അശ്വിനി ബലം. ആ തരത്തിൽ നമുക്ക് വിശാലമായിട്ട് എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുന്നു? വജ്രായുധത്താൽ ദൈത്യന്മാരെ നിഗ്രഹിച്ച് മനുഷ്യർക്ക് ഉപകാരം ചെയ്യുന്നു. ദൈത്യന്മാരെന്ന് പറയുമ്പോൾ വജ്രായുധത്താൽ നിന്ന് വജ്രം, ഹാർഡായ സാധനം കൊണ്ട് എന്ത് ചെയ്യുന്നു? മണ്ണിനെ, ഉറച്ച മണ്ണിനെ ഇളക്കി മാറ്റുന്നു. അപ്പം മണ്ണ് അതിനെ എതിർക്കുന്നുണ്ട്. അതാണ് ദൈത്യന്മാർ, എതിർപ്പ്. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ആൻഡ് തേർഡ് ലോ. ഭൂമി ഒഴുകുമ്പോൾ, ഉഴുതു മറിക്കുമ്പോൾ ഭൂമി അതിനെ എതിർക്കും. ആ എതിർപ്പിനെ മറികടന്നുകൊണ്ട് വേണം ബലം പ്രയോഗിച്ചിട്ട് നേടാൻ. ആ ഒരു പ്രക്രിയയെ ഇവിടെ അശ്വനി കുമാരന്മാരാണ് ബലം പ്രയോഗിച്ചിട്ട് എതിർപ്പുകളെ മറികടന്നുകൊണ്ട് മണ്ണിനെ ഇളക്കി മറിക്കുന്നത്. ഇനി 22 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 117 22. ആധർവണായ അശ്വിന ദദീചേഷ്വ്യം ശിരപ്രത്യൈരയതം സ വാമധു പ്രവോജദ്യായത അന്ത്യാഷ്ടം യത്സ്രാവ അഭികക്ഷ്യം വാം. അശ്വിനികൾ അഥർവന്റെ പുത്രനായ ദത്യന്റെ കുതിരയുടെ ശിരസിനെ കൂട്ടിയോജിപ്പിച്ചപ്പോൾ അവൻ ഇന്ദ്രനിൽ നിന്നും പ്രാപിച്ച മധുവിദ്യ അവരെ പഠിപ്പിച്ചു. ആ വിദ്യ അവർക്ക് അതിബലം നൽകുന്നതായി ഭവിച്ചു. ഇവിടെ അശ്വിനി കുമാരന്മാരോട് പറയുകയാണ്, നിങ്ങൾ അഥർവന്റെ പുത്രനായ ദത്യന്റെ കുതിരയുടെ ശിരസിനെ കൂട്ടിയോജിച്ചപ്പോൾ, കുതിരയുടെ ശിരസ് യോജിപ്പിച്ചപ്പോൾ, നമ്മൾ ഫിസിക്സിൽ ബലം എടുക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ നേരത്തെ അത് കണ്ട്, കുതിരയുടെ തല, ബലം വരുന്നിടത്ത് കുതിരയുടെ തല. ഒരു ബലം വരക്കുമ്പോൾ ഈ ഇവിടെ കുതിരയുടെ തലമാരിയാണ് വരക്കുക. അഥർവവേദനാരാണ് അഥർവവേദം കൈകാര്യം ചെയ്യുന്നവർ, അഥർവൻ. അത് പ്രാക്ടിക്കലായിട്ട് ബലങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്ത് പറ്റി? ഇന്ദ്രനിൽ നിന്നും പ്രാപിച്ച മധുവിദ്യ നിങ്ങൾക്ക് പഠിപ്പിച്ചു. ഇന്ദ്രനിൽ നിന്നും പ്രാപിച്ച മധുവിദ്യ അവൻ നിങ്ങളെ പഠിപ്പിച്ചു. മധുവിദ്യ എന്നാണ് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. മധുവിദ്യ, തേനെങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? പലയിടത്തുനിന്നും ചെറിയ ചെറിയ ഓരോ തേനീച്ചകൾ കൊണ്ടുവന്നിട്ട് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കും. എന്താ, അവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ പല ബലങ്ങൾ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ചിട്ട് നമുക്ക് അതിൻ്റെ എന്തെടുക്കാം? ഒരു റിസൾട്ടൻ്റ് എടുക്കാം. അതാണ് മധുവിദ്യ. തേന്
പലയിടത്ത് പോയിട്ട് സംഭരിച്ചിട്ട് ഒരു ബിന്ദുവിലേക്ക് വരുന്നു. പല ബലങ്ങൾ അവിടെയെല്ലാം ശക്തി ഉപയോഗിച്ചിട്ടല്ലേ പറന്നു വരുന്നത്. അതുപോലെ പല ബലങ്ങൾ ഒരു ബിന്ദുവിലേക്ക് വരുമ്പോൾ എന്നിട്ട് അവസാനം ഒരാൾ എന്ത് ചെയ്യാണ്, മനുഷ്യൻ എന്ത് ചെയ്യണം, അതിൻ്റെ അകത്ത് നിങ്ങെടുക്കുക എല്ലാം കൂടി ഒന്നിച്ചു. ഈ എല്ലാം ഒന്നിപ്പിച്ചിട്ട് ഒരൊറ്റ ബലമായിട്ട് നമുക്ക് എടുക്കാം. എങ്ങനെയെന്നാൽ ഈ ഒരു ബിന്ദുവിൽ ഒരാൾ 5 ബലത്തിൽ ഇങ്ങോട്ട് തള്ളുകയാണ്, 5 ബലം. വേറൊരാൾ ഇപ്പുറം 10 ബലത്തിൽ തള്ളുകയാണ്, വേറൊരാൾ 15 ബലത്തിൽ തള്ളുകയാണ്. 3 ആളാണ് ഇതിനെ തള്ളുന്നത്. 5, 10, 15 ഒരേ ഡയറക്ഷനിലാണ് തള്ളുന്നത്. അപ്പോൾ ഇത് എത്ര ബലത്തിൽ പോകും? 5, 10, 15, 30 ബലത്തിൽ പോകും. അപ്പോൾ ഈ 3നെയും മാറ്റിയിട്ട് 30 ബലമുള്ള ഒരാൾ തള്ളിയാൽ മതി. അതിനെല്ലാം ആഡ് ചെയ്തെടുത്താൽ മതി. അതാണ് മധുവിദ്യ. തേനീച്ചകൾ പല സ്ഥലത്ത് ഒരു ബിന്ദുവിലേക്ക് കൊണ്ടുവരുന്നു, അവിടെ നിന്ന് ഒന്നിച്ചിങ്ങനെ എടുക്കുന്നു. അതുപോലെ പല ബലങ്ങൾ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുമ്പോൾ അതിനൊരു റിസൾട്ടൻ്റ് ഉണ്ട്. ആ വിദ്യ എൻജിനീയറിങ്ങിലും ഫിസിക്സിലും എല്ലാം വരുന്നതാണ്. അത് നിങ്ങൾ പഠിപ്പിച്ചു. ആ വിദ്യ നിങ്ങൾക്ക് അതിഫലം നൽകി. അതിലൂടെ അവർക്ക് എന്ത് കിട്ടുന്നു? അധിക ബലം കിട്ടുന്നു. അത് ഒരു സാധനത്തെ ഒരാൾ 5 വലിച്ചു കഴിഞ്ഞാൽ നീങ്ങൂല. വേറൊരാളും കൂടി വരുമ്പോൾ 5 ബലത്തിൽ വലിക്കുകയാണ്, 5 കഴിഞ്ഞ് 10 ആയി. മൂന്നാമത്തെ ഒരാൾ വരികയാണെങ്കിൽ 15 ആയി. അപ്പോൾ അത് നീങ്ങും. അപ്പോൾ അതിഫലം കിട്ടും. അപ്പോഴെന്ത് കിട്ടും? അതിനെ നീക്കാൻ പറ്റും. അപ്പം കുറേ എണ്ണത്തെ കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് വേണ്ട ബലം ഉണ്ടാക്കിയിട്ട് കാര്യങ്ങൾ സാധിപ്പിക്കാമെന്നുള്ള ഒരു സയൻസ് തത്വമാണ്, ഫിസിക്സിലെ തത്വമാണ് ഇവിടെ പറയുന്നത്. ഇനി 23 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 117 23 സദാകവീൻ സുമതിമാചകേ വാം വിശ്വാ ധിയോ അശ്വിന പ്രാവതം മേ അസ്മേരയും നാസത്യ ബൃഹദന്തം അപത്യ സാജം ശ്രുത്യം രരാധാം. ഞാൻ അശ്വിനികളുടെ ദയ യാചിക്കുന്നു, അവർ എൻ്റെ സംരക്ഷകർ ആയിരിക്കും. ഞങ്ങൾക്ക് സന്താനങ്ങളും അനിന്ദ്യമായ ധനവും പ്രദാനം ചെയ്യണമേ. അപ്പം അശ്വിനികളോട് പറയാണ്, നിങ്ങളോട് ഞങ്ങൾ ദയയായിരിക്കുന്നു. അതായത് ബലങ്ങൾ ഉപയോഗിച്ചിട്ട് മാത്രമേ നമുക്ക് പല യജ്ഞങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ബലം ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ ചുണ്ടിങ്ങനെ പൊന്തിക്കുകയും താക്കുകയും ചെയ്യുന്നത്, സംസാരിക്കാൻ എല്ലാം ബലം ഉപയോഗിച്ചിട്ടാണ്. അപ്പം നിങ്ങളുടെ ദയനങ്ങൾ യാചിക്കുന്നു. നിങ്ങൾ എൻ്റെ സംരക്ഷകരാണെന്ന്. ഞാൻ എണീറ്റ് നടക്കണ്ടിക്കലെല്ലാം ബലം ഉപയോഗിച്ചിട്ടല്ലേ പറ്റൂ. അപ്പം നിങ്ങളെൻ്റെ സംരക്ഷകരാണ്. അതുമാത്രമല്ല, ഗ്രഹത്തിൽ നിന്നുള്ള ബലമാണെങ്കിൽ ആ നിലയിലും ഗ്രഹങ്ങൾ നമ്മുടെ സംരക്ഷകരാണ്. അതാണ് നമ്മളെ ജീവിപ്പിക്കുന്നതും കർമ്മം ചെയ്യിപ്പിക്കുന്നതും ആവശ്യം കഴിയുമ്പോൾ തരുത്തുന്നതും. ഞങ്ങൾക്ക് സന്താനങ്ങളും അനിന്ദ്യമായ ധനവും എല്ലാം പ്രദാനം ചെയ്യണം. അപ്പം നമുക്ക് ധനം കിട്ടുക, സന്താനങ്ങൾ കിട്ടുന്നതെല്ലാം ഈ ഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന ബലങ്ങൾ, അതായത് അശ്വിനി കുമാരന്മാരാണ്. അതുകൊണ്ടാണ് ജ്യോത്സ്യരെടുത്ത് വന്നിട്ട് ചോദിക്കുന്നത്, ജ്യോത്സ്യരെ എപ്പോഴാണ് ഞാൻ സമ്പന്നം, കുറച്ച് ദാരിദ്ര്യമാണ്, എപ്പോഴെനിക്ക് കുറച്ച് പൈസയെല്ലാം കിട്ടും, എപ്പോഴെനിക്ക് മക്കളുണ്ടാവും എന്നെല്ലാം വന്ന് ചോദിക്കുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഗ്രഹങ്ങൾ ഒരു പ്രത്യേക സ്ഥലത്ത് വരുമ്പോൾ ആ ബലമാണ് നമുക്ക് മക്കളുണ്ടാക്കി തരുന്നതും. ആ ബലത്തെയാണ് നമ്മൾ അശ്വിനി കുമാരന്മാർ എന്ന് പറയുന്നത്. ഇനി 24 ഋഗ്വേദ മണ്ഡലം 1 സൂക്തം 117 24 ഹിരണ്യഹസ്തം അശ്വിന രരാണാപുത്രം നര വന്ധ്രിമത്വാ അദത്തം ത്രിതാഹ ശ്വാവാമശ്വിന വിഹസ്തം ഉജ്ജീവസ ഐരയതം സുഭാനോ. അശ്വിനികൾ വന്ധ്രിമതിക്ക് ഹിരണ്യഹസ്തൻ എന്ന പുത്രനെ നൽകി. അവർ 3 കഷ്ണങ്ങളാക്കപ്പെട്ട
ശ്യാമ മഹർഷിയെ കൂട്ടിച്ചേർത്ത് ജീവൻ നൽകി. അശ്വിനികളോട് പറയുകയാണ്, നിങ്ങൾ ബദ്രിമതിക്ക് ഹിരണ്യഹസ്തൻ എന്ന പുത്രനെ നൽകി. ഇവിടെയും ഓരോ പേര് വെച്ച് പറയുകയാണ്. ഏതോ ഒരാൾക്കൊരു പുത്രനുണ്ട്, ഒരു ഋഷിയോ മറ്റോ ആയിരിക്കാം. പുത്രന് നൽകിയത് അശ്വിനി കുമാരന്മാരാണ്. അതായത് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രഹങ്ങൾ തന്നെയാണ്, ഗ്രഹങ്ങളിൽ നിന്നുള്ള ബലം തന്നെയാണ് അത്. പിന്നെ പറയുന്നു, നിങ്ങൾ 3 കഷ്ണമാക്കപ്പെട്ട ശ്യാമ മഹർഷിയെ കൂട്ടിച്ചേർത്ത് ജീവൻ നൽകി. ഇപ്പം 3 ബലങ്ങൾ ചേർത്തിട്ട് ഒന്നാക്കാം നമുക്ക്. അതിനായിരിക്കും ജീവൻ നൽകുക. 3 ബലങ്ങളുണ്ടെങ്കിൽ ജീവൻ നൽകുക. എങ്ങനെ 3 ബലങ്ങൾ? ഉദാഹരണമായിട്ട് ഇതൊരു കല്ലാണെന്ന് വെച്ചോ. ഇത് നീക്കണ്ടെങ്കിൽ ഒരു 15 ബലം പ്രയോഗിച്ചാൽ ഇത് നീങ്ങുന്നു വെച്ചോ. അപ്പോൾ എന്ത് വേണം? എൻ്റെ അടുത്ത് ആകെയുള്ള 3 ആളുണ്ട്, 5 ബലത്തിൽ തള്ളാനേ ഉള്ളൂ. അപ്പോൾ 5-ൽ ഒരാൾ തള്ളും, വേറൊരാൾ 5-ൽ തള്ളും, മൂന്നാമത്തെ ഒരാൾ 5-ൽ തള്ളും. 3 കൂടി ആകുമ്പോൾ എന്താവും? 15 ബലാവും, ഇത് നീങ്ങും. അപ്പോൾ 3 കഷ്ണങ്ങളെ ചേർത്തുകൊണ്ട് എന്തുണ്ടാക്കി തന്നു എന്ന് പറയുന്നുണ്ട്? ജീവൻ നൽകി എന്ന് പറയുകയാണ്, ആക്റ്റീവ് ആക്കുകയാണ്. അപ്പം പലതും കൂട്ടിച്ചേർത്തിട്ട് അപ്പം 3 ഡയറക്ഷനായിട്ട് നമുക്ക് എടുക്കാം. എക്സ് ആക്സസ്, വൈ ആക്സസ്, സെഡ് ആക്സസ്. ഒരു വസ്തു 3 തരത്തിലാണ് ചലിക്കുക. 3 ആക്സസിൻ്റെ അടിസ്ഥാനത്തിൽ. ഒരു പ്ലെയിനിലാണെങ്കിൽ 2 ആണ്. 3 ആക്സസിലേക്ക് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ എക്സ്, വൈ, സെഡ്. അപ്പോൾ 3 ഡയറക്ഷനിൽ ബലങ്ങളുണ്ട്. ഇതിനെ കൂട്ടിച്ചേർത്തിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ കണക്കൂട്ടിയെടുക്കാൻ. ഇനി 25 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 117-25. ഏതാനി വാമശ്വിന വീര്യാണി പ്രഭൂർവ്യാണായ വോജന ബ്രഹ്മ കൃണ്ണന്തോ വൃഷണ യുവാഭ്യാം സുവീരാസോ വിദധമാ വദേമ. അശ്വിനികളുടെ പ്രാചീന വീര കർമ്മങ്ങളെപ്പറ്റി പൂർവന്മാർ പറഞ്ഞിട്ടുണ്ട്. അവരെ സ്തുതിച്ചുകൊണ്ട് സുന്ദരന്മാരും വീരന്മാരുമായ പുത്രന്മാരോടെ പൂജാകർമ്മങ്ങളിൽ മുഴുകുമാറാകണമേ. അശ്വിനികുമാരന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ പ്രാചീനമായ കർമ്മങ്ങളെപ്പറ്റി പൂർവികന്മാർക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അതായത് വേദങ്ങളിലൂടെ പൂർവികന്മാർ, ഋഷികൾ നിങ്ങളുടെ വീരകർമ്മങ്ങൾ, അതായത് ഈ ബലങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പല കർമ്മങ്ങളുണ്ടല്ലോ. എഞ്ചിനീയറിങ്ങിൽ ബലങ്ങൾ കൊണ്ടുള്ള കർമ്മങ്ങൾ തന്നെയാണ്. പലതരം ബലങ്ങളെ അനലൈസ് ചെയ്തുകൊണ്ട് അതിന് ട്രയാങ്കുലർ ലോ ഉണ്ട്, പെൻറ്റഗണൻ, അങ്ങനെയെല്ലാം പലതരത്തിലുള്ള ലോകളുണ്ട്. അതെല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് റിസൾട്ടിൻ ബലമെല്ലാം കണ്ടുപിടിക്കുന്ന. എഞ്ചിനീയറിങ്ങിൽ പ്രധാനപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും ഉത്തരം കണ്ടെത്തേണ്ടത് ഇതിലൂടെയെല്ലാം തന്നെയാണ്. ഈ നിയമങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടാണ്. അപ്പം അതിന് പലതരം ഡയഗ്രങ്ങളുണ്ട്. ഡയഗ്രം എല്ലാം വരച്ചിട്ടെല്ലാം കണ്ടെത്തുക. എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയറിംഗ് എന്നെല്ലാം പറയുമ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ എല്ലാം വരുമ്പോൾ അവിടെ മുഴുവൻ 900 ബലങ്ങളാണ്. ഇനിയെല്ലാം അനലൈസ് ചെയ്യലാണ് പരിപാടി. അപ്പോൾ അതെല്ലാം ഋഷികൾ വേദത്തിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെന്ത് വേണം? ഞങ്ങൾ നിങ്ങളെ സ്തുതിക്കുമ്പോൾ, ആ ബലങ്ങൾ ശാസ്ത്രതത്വങ്ങൾ ഉപയോഗിച്ച് നമ്മൾ സ്തുതിക്കുമ്പോൾ സുന്ദരന്മാരും വീര്യവാന്മാരുമായ പുത്രന്മാരോടെ പൂജാകർമ്മങ്ങളിൽ മുഴുകണേ. നമ്മളെ എല്ലാതരം പുത്രന്മാരും എല്ലാം നടത്തുന്ന യജ്ഞങ്ങളിൽ നിങ്ങൾ വന്ന് മുഴുകണേ എന്ന് പറയുകയാണ് അശ്വിനികുമാരന്മാർ. അതായത് മനുഷ്യരെല്ലാവരും, അത് ഏതായാലും ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും പുല്ല് പറിക്കുന്നവരായാലും, പുല്ല് പറിക്കണ്ടെങ്കിലും ഒരു പല ഉപയോഗിച്ചിട്ട് വേണം പറിക്കുക. ഡോക്ടർമാരാണെങ്കിലും കീറിയും മുറുക്കിയെല്ലാം പലം ഉപയോഗിച്ചിട്ട് തന്നെയാണ്. ഭക്ഷണം പാകം ചെയ്യുന്നവരും കീറിയും മുറുക്കിയെല്ലാം തന്നെയാണ് ചെയ്യുന്നത്. പലതരത്തിലാണ് കീറുന്നത്. വെണ്ടയ്ക്കാണെങ്കിൽ ഇങ്ങനെ കുത്തനെ കീറും. വാഴക്കപ്പ് ഉണ്ടാക്കാനാണെങ്കിൽ ഇങ്ങനെയാണ് കീറുക, ഹൊറിസോണ്ടൽ കോമ്പോണൻറ്റ്. മറ്റേത് വെർട്ടിക്കൽ കോമ്പോണൻറ്റ്. ചിപ്സ് ആണെങ്കിൽ ചെരിച്ചിട്ടാണ്. അപ്പം ഇതെല്ലാം ബലം പ്രയോഗിച്ചിട്ടുള്ള തത്വങ്ങളെല്ലാം തന്നെയാണ്. ഇവിടെയെല്ലാം സയൻസ് ഉപയോഗിക്കുന്നുണ്ട്. ചിപ്സ് ഉണ്ടാക്കുന്ന ഇങ്ങനെ ചെത്തിയിട്ടാണ്, ആംഗിൾ വൈസിലാണ് ബലം പ്രയോഗിക്കുന്നത്.
പഴം മുറിക്കുമ്പോൾ വെണ്ടക്ക മുറിക്കുന്ന നേരം ഇങ്ങനെയാണ്, ഇങ്ങനെ ചിത്തിയിടില്ല. അപ്പം അവരെല്ലാം പലതരം ഫലങ്ങളാണ്, സയൻസ് തത്വങ്ങൾ പ്രകാരമാണ്. അതായത് വെണ്ടക്ക മുറിക്കുന്നുണ്ട്, നേർക്ക് മുറിക്കണം, ഹൊറിസോണ്ടൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. സയൻസ് പറയുമ്പോൾ ഹൊറിസോണ്ടൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതാണ്, മറ്റേത് വെർട്ടിക്കൽ എടുക്കണം. ചിപ്സ് ആണെങ്കിൽ ആംഗിൾ വൈസിൽ അപ്ലൈ ചെയ്യണം. ഇങ്ങനെയെല്ലാം എല്ലാവരും ഏത് വിഭാഗം എന്ത് കർമ്മം ചെയ്യേണ്ടെങ്കിലും ഈ ഫലങ്ങൾ ഉപയോഗിച്ചിട്ടാണ്, അശ്വിനി കുമാരന്മാരെ ഉപയോഗിച്ചുകൊണ്ടാണ് ചിന്തിക്കുന്നത്. അതൊരു വശം. പിന്നെ ഇതിന് വേറൊരു വശങ്ങളുണ്ട്. ഗ്രഹങ്ങളാണ് നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും, നമ്മൾ രോഗം മാറ്റുന്നത് ഗ്രഹങ്ങളാണ്. അതുകൊണ്ടാണ് ICUയിൽ കയറ്റി കഴിഞ്ഞാൽ ഡോക്ടറോട് ചോദിക്കുക, ഡോക്ടറെ എത്ര മണിക്ക് അല്ല എപ്പോൾ ശരിയാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും പറയാൻ പറ്റില്ല, ശരിയാകുമ്പം പറയാറുണ്ട്. കയറ്റിയിട്ടുണ്ട്, നമ്മൾ നോക്കിയിട്ടുണ്ട്, മരുന്ന് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു എഞ്ചിനീയർ, ഒരു ഡോക്ടർ, ജ്യോത്സ്യരെടുത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പം പറയും, അവൻ ഈ 12 മണി കഴിയൊന്നുമില്ല എന്നെല്ലാം ചിലപ്പം പറഞ്ഞു വെക്കും. അത്രയും വലിയ ജ്യോത്സ്യരാണ്. എല്ലാവർക്കും പറ്റാതൊന്നുമില്ല. അത്രയും കണിക്കാൻ പറ്റുമെങ്കിൽ ഇവൻ 2 മണി കഴിയുമില്ല എന്ന് പറയും. പക്ഷേ ഡോക്ടറോട് ചോദിച്ചാൽ അതൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഇവ ഒരാഴ്ചയോളം കിടന്നു വരുന്നല്ലേ പറയുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഇതിനെ ആശ്രയിച്ചാണ്, ഗ്രഹങ്ങളുടെ ബലം ആശ്രയിച്ചാണ്.